ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ തകർത്തു ലങ്ക പരമ്പര 2-0 സ്വന്തമാക്കി. 1997 ശേഷം ആദ്യമായി ശ്രീലങ്ക ഇന്ത്യയെ ഒരു ബൈലാറ്ററൽ സീരീസിൽ തോൽപ്പിക്കുമ്പോൾ സൂര്യ ഗംഭീർ യുഗത്തിനു വിപരീതമായി രോഹിത് ഗംഭീർ യുഗം നിരാശയോടെ തുടങ്ങിയിരിക്കുന്നു. മൂന്നാം ഏകദിനത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും ഒരിക്കൽ കൂടെ ടോസിന്റെ ആനുകൂല്യം അസലങ്കയ്ക്ക് കിട്ടിയപ്പോൾ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ധനഞ്ജയയ്ക്കു പകരം ധീഷ്ണ ശ്രീലങ്ക പ്ലേയിങ് 11 വന്നപ്പോൾ രാഹുലിന് പകരം പന്തും അർഷദീപിന് പകരം പരാഗും ഇന്ത്യയുടെ പ്ലേയിങ് 11 വന്നു. ഇത്തവണ നല്ല തുടക്കമാണ് ലങ്കൻ ഓപ്പണേഴ്സ് ടീമിന് നൽകിയത്. 20-ാം ഓവറിലെ അവസാന പന്തിൽ അക്സറിന് വിക്കറ്റ് നൽകി നിസ്സംഗ മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 89 റൺസായിരുന്നു. വൺ ഡൗൺ ആയി വന്നാൽ കുശാൽ കൂടെ തകർത്ത് കളിച്ചപ്പോൾ ലങ്കൻ സ്കോർ കുതിച്ചു. 82 റൺസിന്റെ പാർട്ണർഷിപ്പ് ഒടുവിൽ തകർത്തത് ആദ്യ ഏകദിനം കളിക്കുന്ന പരാഗായിരുന്നു. അവിഷ്ക ഫെർണാണ്ടോ 96 റൺസും കുശാൽ 59 റൺസും എടുത്തു. മധ്യനിര വീണ്ടും നിരാശപ്പെടുത്തിയപ്പോൾ അവസാനം ആഞ്ഞടിച്ചു കമൻഡു മെൻഡിസിന്റെ കരുത്തിൽ ലങ്ക നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 248 റൺസ് എടുത്തു. ഇന്ത്യക്ക് വേണ്ടി പരാഗ് 3 വിക്കറ്റ് സ്വന്തമാക്കി. തകർത്തടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ചേസിംഗ് തുടങ്ങിയത്. എന്നാൽ പിന്നീട് കണ്ടത് ഒരിക്കൽ കൂടെ ലങ്കൻ സ്പിന്നേഴ്സ് കളിയുടെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുക്കുന്നതാണ്. രോഹിത്തിനെ വെല്ലലാങ്കെ പുറത്താക്കിയെടുത്തു നിന്ന് ഇന്ത്യ തകരുകയായിരുന്നു. ലങ്കൻ സ്പിന്നേഴ്സിന് മുൻപിൽ ഉത്തരമില്ലാതെയായി പോയി ഇന്ത്യൻ ബാറ്റർമാർക്ക്. സുന്ദറും കുൽദീപും കൂടെ 51 പന്തിൽ 37 നേടിയ ഒരു പാർട്ണർഷിപ്പ് കൂടെ ഇല്ലാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ 20 ഓവറിന് മുമ്പ് ഓൾ ഔട്ടായേനെ. ഒടുവിൽ 27-ാം ഓവറിന്റെ ആദ്യ പന്തിൽ കുൽദീപിനെ വിക്കറ്റിന് മുൻപിൽ കുരുക്കി വെല്ലലാങ്കെ 5 വിക്കറ്റ് സ്വന്തമാക്കുമ്പോൾ ലങ്ക അവരുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു വിജയം സ്വന്തമാക്കി. 110 റൺസിന്റെ വലിയ വിജയം. ഈ പരമ്പരയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യ ഒരു ഏകദിനം കളിക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരി 6-നാണ് എന്നതുകൂടെ ഓർക്കുമ്പോൾ കോഹ്ലിയും രോഹിത്തും അടക്കം സീനിയർ താരങ്ങൾ ഇനി വൈറ്റ് ബോളിൽ കളിക്കുന്നത് അടുത്ത വർഷമാണ്. ഏഷ്യൻ മണ്ണിൽ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങാൻ പോകുമ്പോൾ സ്പിന്നിന് മുൻപിൽ വീഴുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിര ഗംഭീറിന് തലവേദന സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. ലങ്കൻ ക്രിക്കറ്റിന് ഈ വിജയം അവരുടെ ക്രിക്കറ്റിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു. അവിഷ്ക ഫെർണാണ്ടോ കളിയിലെ താരവും വെല്ലലാങ്കെ പരമ്പരയിലെ താരവുമായി തിരഞ്ഞെടുക്കപ്പെട്ടു.